വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പയൽ റീഡിംഗ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലോർക്കുക. ഒരു 20 സെക്കൻഡ് നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് നിങ്ങളിലേക്ക് ആ എനർജി കൊണ്ടുവന്ന ശേഷം നിങ്ങൾ പയൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3 പയൽ വയ്ക്കും. അതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന പയൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് നന്നായി ആ വ്യക്തിയെ നന്നായി നിങ്ങൾ ആ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ശേഷം കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് പയൽ നമ്പർ 1, പയൽ നമ്പർ 2, പയൽ നമ്പർ 3. ഇനി നമുക്ക് ഓരോ പയൽ വീതം ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്ന ശേഷം ഒരു പയൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ എന്താണ്, ഇനി മുന്നോട്ട് എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട്, ഒരു വാക്ക് തർക്കം, എന്തായാലും ഒരു വളരെ നല്ല ആഴത്തിലുള്ളൊരു പിണക്കം സംഭവിച്ചിട്ടുണ്ടാകാം. പയൽ നമ്പർ 1 ചിലപ്പോൾ ചിലർക്ക് ഒരു വാക്ക് തർക്കത്തെ തുടർന്ന് ശക്തമായൊരു പിണക്കം വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി എന്തായാലും ഒരു സെപ്പറേഷൻ, ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എനർജിയായിട്ട്. ഓക്കെ, മേ ബി പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സിറ്റുവേഷൻ തിരഞ്ഞെടുത്തവർക്ക് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാകാം. ഓക്കെ, നമുക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈ ബന്ധത്തിൻ്റെ എന്താണ് നമുക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം മുന്നോട്ട് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഈ കാർഡ് ചൂസ് ചെയ്തവർ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ തമ്മിൽ നല്ല വാക്ക് തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ സംസാരം ഒക്കെ ഉണ്ടായി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് വരണം എന്നൊക്കെയുണ്ട്. ഞാനിവിടെ കാണുന്നത് രണ്ടുപേരും ഈ ഒരു സെപ്പറേഷൻ നിമിത്തം ഭയങ്കര വേദന അനുഭവിക്കുന്നതായി നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് ലഭ്യമാണ്. രണ്ടുപേർക്കും സംസാരിക്കണം, മുന്നോട്ട് ഈ റിലേഷൻ നന്നായി കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മേ ബി നിങ്ങളുടെ വഴക്കിൻ്റെ ആ ഒരു ആഴം നിമിത്തം രണ്ടുപേരും മുന്നോട്ട് വരാൻ തയ്യാറാകാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ബട്ട് മനസ്സിൽ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വേദന, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വേദന നൽകുന്നുണ്ട്. അക്കാരണത്താൽ രണ്ടുപേരും ഇപ്പോൾ മുന്നോട്ട് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. ബട്ട് നമുക്കെന്തായാലും ഒരു ബാലൻസ് ഇപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു
ബാലൻസ് വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കതൊരു ബാലൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്ന് തന്നെയാണ് കാർഡുകൾ കാണുന്നത്. നമുക്കൊരു 50 മേ ബി കിട്ടും, ഒരു പക്ഷേ ഒരു 50% ചാൻസാണ് ചിലർക്ക്. ബട്ട് മറ്റു ചിലർക്ക് ഓക്കെ ഇത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കംപ്ലീറ്റ് ബാലൻസ് വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബാലൻസ് സ്റ്റേജ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. ചിലർക്ക് ഇപ്പോഴും ഒരു മുന്നോട്ട് വരാൻ ഒരു ഉൾവലിഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥ കടന്നു പോകുന്നുണ്ട്. രണ്ട് കൂട്ടരും മതിയായ ഒരു എഫേർട്ട് എടുക്കാത്ത പോലെയും കാണുന്നുണ്ട്. എന്തായാലും ഒരു കൂട്ടർക്ക് ഒരു 50% ചാൻസും ഒരു കൂട്ടർക്ക് ഇൻ ഫ്യൂച്ചർ അതൊരു ബാലൻസ് കംപ്ലീറ്റ് ബാലൻസ് ഒരു 100%ലേക്കും വരും എന്നാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് ലഭിച്ച എനർജി ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ബാലൻസ് നിങ്ങളുടെ ഈ റിലേഷനിൽ വന്നു ചേരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഞാൻ എന്തായാലും ഈ ഡെക്കിൽ നിന്നൊരു കാർഡ് നോക്കാം. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അതായത് നമ്മളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ കാർഡുകൾ പറയുന്നുണ്ട്. മേ ബി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെപ്പോഴും ഭയങ്കര നിരാശാജനകമായി ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ എനർജി വളരെ ലോ ആവുകയും അതായത് എനർജി ലെവൽ ലോ ആകുമ്പോൾ നമ്മൾ വളരെ അട്രാക്ഷൻ കുറയുമെന്ന് ഈ കാർഡുകൾ പറയുന്ന പോലെ തന്നെ നമ്മളെ ശ്രദ്ധിക്കാതെയാവും, നമ്മളെ കെയർ ചെയ്യാതെയാവും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വയം നമുക്ക് എന്തൊക്കെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും, അങ്ങനെ നമ്മുടെ അട്രാക്ഷൻ എനർജി ലെവൽ എത്ര ഹൈ ആക്കാൻ സാധിക്കും, അത് ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വിട്ടുപോയവരൊക്കെ നമ്മളൊന്ന് ലെവലപ്പ് ആവുമ്പോൾ മേ ബി വിട്ടുപോയവരും പിണങ്ങിപ്പോയവരും ഒക്കെ തിരികെ വരും. അതെപ്പോഴാണ് നമ്മളൊന്ന് ലെവലപ്പ് ആകുമ്പോൾ, അതായത് നമ്മളൊന്ന് ഗ്രോത്ത് ഉണ്ടായി നമ്മളൊരു ഇതായിട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായും അങ്ങനെ ലെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ തന്നെ വേണം, അല്ല ആ വ്യക്തി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ എനർജിയെ വളർത്തുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരോട് പറയാനുള്ളത്. ഓക്കെ, പയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ജസ്റ്റിസ്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്ത് തന്നെയായാലും ഒരു സെപ്പറേഷൻ ഫീലിംഗ് ആണ്, ഒരു സെപ്പറേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് മേ ബി തീരെ ഇല്ലാത്തവരുണ്ടാകാം, മേ ബി ഒരു ലെസ് കോണ്ടാക്റ്റ്, ചെറിയ അകൽച്ച ഒക്കെ ഉള്ളവരുണ്ടാകാം. എന്ത് തന്നെ ആയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരണം. നിങ്ങൾക്കൊരു ബാലൻസ്, ഒരു ജസ്റ്റിസ്, ഒരു നീതി തരണം, തിരികെ വരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും എവിടെയാണോ സ്നേഹം നഷ്ടമായത് അവിടുന്ന് ഒരു പുതിയ ബാലൻസോടുകൂടി വരണമെന്ന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതായി നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇംബാലൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇനി ബാലൻസിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാർഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഫ്യൂച്ചർ നോക്കാം. ഓക്കെ, ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്താണ് ഈ ബന്ധത്തിൽ
കൂടുതൽ എന്ന് മുന്നോട്ടായി സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം മുന്നോട്ട്. നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ആദ്യം തന്നെ ഒരു അഭിനന്ദനം. നിങ്ങളുടെ ഈ പ്രണയം, നിങ്ങളുടെ ഈ റിലേഷൻ എത്ര വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് ഇതിലൊരു വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. നോക്കൂ, വീണ്ടും ജസ്റ്റിസ്. തീർച്ചയായും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ റിലേഷനിൽ പ്രതികൂലമായി നിൽക്കുന്നത്, ഇൻ തേർഡ് പാർട്ടീസ് എന്ത് തന്നെ ആയാലും അത് ഒക്കെ ഇൻ ഫ്യൂച്ചർ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഇതിൽ ലഭിക്കും എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത്. തീർച്ചയായും വളരെ നല്ല കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു റിലേഷൻ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും മനോഹരമായൊരു വിജയം, മനോഹരമായ ഒരു ഒത്തുചേരൽ, തീർച്ചയായും ഒരു യൂണിയൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ കാർഡുകളിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ഇനിയും നല്ല അതിമനോഹരമായി ഊഷ്മളമായി ദൃഢതയോടെ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഇതാണ് പൽ നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സ്ട്രാ കാർഡ് കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരിക്കലും പഴയ കാര്യങ്ങൾ വീണ്ടും ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പണ്ട് നടന്ന കാര്യങ്ങളും പണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണോ പിണങ്ങിയത് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആ ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും കൊണ്ടുവരരുത് എന്നൊരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ത്തെക്കുറിച്ച് നിങ്ങൾ ഉള്ളിൽ വച്ചിരിക്കുന്ന ഭയങ്ങളെ പൂർവാധികം മനസ്സിൽ നിന്ന് എടുത്തു കളയുക. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. കാരണം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ റിലേഷനിൽ ഒരു ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നു എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻസിൽ ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ തോട്ട്സുകളാണെന്നാണ് ഈ കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കഴിവതും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് പൽ നമ്പർ 2 തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ്. പൽ നമ്പർ 3 തിരഞ്ഞെടുത്തവരെ നോക്കാം. 9 of Swords. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ, ഭയങ്കര വേദന, രണ്ടുപേരും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പൽ നമ്പർ 3 ചൂസ് ചെയ്തവരുടെ സിറ്റുവേഷനായി ലഭിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ വാക്കുതർക്കം വന്ന് തെറ്റിയതാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മേ ബി നിങ്ങളുടെ റിലേഷൻ ബ്രേക്കായതാകാം. എന്ത് തന്നെയായാലും നിങ്ങൾ മേ ബി നിങ്ങളുടെ തന്നെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേഷൻ വന്നതാകാം, ഇല്ലെങ്കിൽ പറഞ്ഞ കൂട്ട് നിങ്ങൾ ഒന്നാകാൻ, അല്ലെങ്കിൽ മേ ബി ആ ഒരു എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ, മേ ബി നിങ്ങളുടെ ഈ റിലേഷൻ എതിരായി നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ടാകാം, അവർ നിമിത്തമായിരിക്കാം.
ഇപ്പോൾ എന്ത് തന്നെയായാലും വളരെയധികം ദുഃഖം രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ നമുക്ക് നോക്കാം ഇനി എന്താണ് മുന്നോട്ട് എന്ന്. ഓക്കെ, മേ ബി ഈ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ്, ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അങ്ങനെ മേ ബി ചീറ്റ് ചെയ്യപ്പെട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി കാർഡുകൾ കൂടി നോക്കിയിട്ട് പറയാം. ഓക്കെ, പെൻ നമ്പർ 3 ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ തുടക്കത്തിലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചതിവ്, ചിലർക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ചതായും കാർഡുകളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഈ റിലേഷൻ നിങ്ങളെ ഈ കാർഡ് തിരഞ്ഞെടുത്ത ചിലർക്കൊക്കെ ഈ ബന്ധം മൂലം നിങ്ങൾ ഒരുപാട് നിങ്ങളെ മാനസികമായി തളർത്തി ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചൂഷണം തന്നെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. കാരണം ഇത് അത്ര ഒരു പോസിറ്റീവായിട്ടല്ല നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ ഇവിടെ പലർക്കും ഈ റിലേഷനെ കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. നിങ്ങൾ ആ വ്യക്തി മേ ബി അതായത് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം സിൻസിയറായി ഈ വ്യക്തി നിൽക്കുന്നില്ല എന്ന ഒരു എനർജി. ഇത് ആര് തന്നെ ആയാലും, ഓക്കെ, മെയിലായാലും ഫീമെയിലായാലും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആര് തന്നെ ആയാലും, ഈ വ്യക്തി ഇവിടെ ഒരു സിൻസിയർ എഫേർട്ട് ഇടുന്നില്ല എന്നൊരു എനർജിയും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിൽ വിശ്വസിക്കുക. ബട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി ഇങ്ങനെയാണ്. കാരണം ഇവിടെ നിങ്ങൾക്കൊരു എന്തൊക്കെയോ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നാണ്. നിങ്ങളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവരെന്തൊക്കെയോ മറച്ച് വെച്ച് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച പോലെ ഇവിടെ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ പൈൽ ചൂസ് ചെയ്തവർ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടി ഒരു റീതിങ്ക്, വീണ്ടും ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ ബന്ധം ഒക്കെ ആണോ എന്ന് നിങ്ങളുടെ സ്വയം വിലയിരുത്തുക. പിന്നെ എന്തായാലും നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് സ്റ്റഡി ചെയ്യുക, നിങ്ങൾക്ക് ആ താല്പര്യമുണ്ടെങ്കിൽ. കാരണം നമുക്ക് കിട്ടിയ എനർജിയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു ചീറ്റിംഗ് കിട്ടിയ പോലെ തന്നെയാണ് നമുക്കിവിടെ എനർജി വന്നിരിക്കുന്നത്. മാത്രവുമല്ല പിന്നെ കാർഡുകൾ ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ നിങ്ങൾ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആകാൻ കാർഡുകളിൽ നിന്ന് ഒരു നിർദ്ദേശവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ചിലപ്പോൾ ഈ ബന്ധം നിമിത്തം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കരിയർ, സാമ്പത്തിക സ്ഥിതിയോ കരിയറിനെ എന്തിനെങ്കിലുമൊക്കെ ഈ ബന്ധം മാനസികമായി തകർത്തത് മൂലം ആ ഫിനാൻസ്, മറ്റ് കരിയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ഫോക്കസ് കൊടുക്കണം എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. സോ നിങ്ങൾ സ്വയം വിലയിരുത്തുക. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഇമോഷൻസേയും വാല്യൂ തരാത്ത ഒരു റിലേഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുക എന്നൊരു മെസ്സേജും നമുക്ക് ഈ കാർഡിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ വളരെ ആലോചിച്ച് ഈ ബന്ധത്തിലേക്ക് ഇറങ്ങുക എന്നൊരു മെസ്സേജും കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തു തന്നെ ആയാലും
നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് ഇത് തെറ്റാണ് എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കുക. എവിടെയാണ് ഈ വ്യക്തി അല്ലെ നിങ്ങളുടെ റിലേഷൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് വിലയിരുത്തുക. ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇല്ല, ഇനിയും ഒരു ഹോപ്പ് വെച്ചാൽ മേ ബി ഇത് ഓക്കെ ആകും എന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ നിങ്ങൾ ശ്രമിച്ചോളൂ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഡെക്കിൽ നിന്ന് ഒരു കാർഡ് കൂടി ചൂസ് ചെയ്യാം. കണ്ടോ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ഒരു അടഞ്ഞ വാതിലിനെ നോക്കി വളരെ നിരാശാജനകമായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ ഇത്തരം വേദനിപ്പിക്കുന്ന പാസ്റ്റ് എനർജി, ഇത്തരം വേദനിപ്പിക്കുന്ന ഒരു തരത്തിലും നിങ്ങൾക്ക് ഗ്രോത്ത് തരാത്ത അല്ല ഒരു തരത്തിലും നിങ്ങൾക്ക് സന്തോഷം തരാത്ത ഈ റിലേഷൻസ്, ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊരു സന്ദേശം നമുക്കിവിടെ വരുന്നുണ്ട്. Don't be so focused on a closed door that you don't see one switch open for you. അതായത് നമ്മൾ ഈ അടഞ്ഞ വാതിലിന് നേരെ തന്നെ നോക്കിയിരുന്നാൽ അടഞ്ഞ വാതിലൊക്കെ അത് അടഞ്ഞതാണ്, ഇനി അവിടുന്ന് പ്രത്യേകിച്ച് വെട്ടം വെളിച്ചം ഒന്നും വരാൻ പോണില്ല. ബട്ട് നിങ്ങൾ വീണ്ടും അത് തന്നെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റാണ്, നിങ്ങളുടെ ലൈഫ് ഗ്രോത്ത് സ്റ്റക്കായി പോവും. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടൊരു വലിയ നേട്ടം ഉണ്ടാകില്ല. അത് നിങ്ങൾ അങ്ങനെ അടഞ്ഞ വാതിൽ നോക്കിയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പുറത്തുള്ള വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, വരാൻ പോകുന്ന നല്ല അവസരങ്ങൾ, നല്ല ജീവിതം, നല്ല സാഹചര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അവിടെ മിസ് ചെയ്യും. കാരണം ദൈവത്തിൻ്റെ പ്ലാനിങ് നമ്മളുടെ പ്ലാനിങ്ങിനേക്കാളും എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല ഒരു കാര്യമായിരിക്കും ദൈവം കരുതിയിട്ടുണ്ടാകുക. അതുകൊണ്ട് അടഞ്ഞ വാതിൽ നോക്കി ഇരുന്ന് നിങ്ങൾക്ക് സുഖകരമല്ലാത്ത ഒരു ബന്ധത്തിൽ തന്നെ തുടർന്ന് വേദനിച്ച് സഫർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു ശ്രമം നടത്താതിരിക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ദൈവം തരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ്, സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അതിന് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. ഓക്കേ.